മലയാളികൾ എല്ലാവരും കുറെ ദിവസമായി അന്വേഷിക്കുന്നതും പറയുന്നതുമെല്ലാം നടൻ സലിം കുമാറിനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അവസാന യാത്ര പലർക്കും വിശ്വസിക്കാനാകുന്നില്ല. ഇപ്പോൾ മിമിക്രി കലാരംഗത്തെ വളരെയധികം സുപരിചിതനായ ഡോക്ടർ KR പ്രസാദിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹത്തിനെ വിളിച്ച് ഒരു ദിവസം പനിയും ജലദോഷവുമാണ്, ഒരു മരുന്ന് തരാമോ എന്ന് ചോദിച്ച് സലിം കുമാർ കളിയാക്കിയതിനെ കുറിച്ചാണ് അദ്ദേഹം ഓർത്തു പറയുന്നത്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ കളിതമാശകൾ പറഞ്ഞത്. അത് വളരെയധികം തന്നെ എന്നെയും സന്തോഷിപ്പിച്ചിരുന്നു. എപ്പോൾ കണ്ടാലും കളിതമാശകൾ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് സലിം കുമാർ. അതിന് പ്രത്യേക ശ്രദ്ധയായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത്. അങ്ങനെ കളിതമാശകൾ അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ സലീമേട്ടനാകില്ല. അതാണ് യഥാർത്ഥ സത്യം. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എത്ര ടെൻഷനിലിരുന്നാലും അദ്ദേഹം നമ്മളെ ആരെങ്കിലും കണ്ടാൽ ചെറുതായിട്ടൊന്നും കളിത്തമാശകൾ പറയാതെ വിടില്ല. നമ്മുടെ കുടുംബത്തിനെയും അതുപോലെ തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അവസാന യാത്ര വളരെ പെട്ടെന്നായിരുന്നു. അതാണ് ചന്തുവിനൊന്നും അത് ഉൾക്കൊള്ളാനാകാത്തത്. ആ മകന്റെ അരികിൽ ഞാനും ഉണ്ടായിരുന്നു. അവനെ കുറ്റം പറയാൻ സാധിക്കുമോ? നല്ല ഉന്തും തള്ളും ബഹളവുമായിരുന്നു. അവർക്ക് അവരുടെ അച്ഛൻ്റെ അടുത്ത് സമാധാനമായി ഇരിക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. ഒരു സമാധാന അന്തരീക്ഷമല്ലായിരുന്നു. അതുകൊണ്ടാണ് ചന്തു അങ്ങനെ പറഞ്ഞത്. ചന്തുവിനെ കുറ്റം പറയാൻ നമുക്കാകില്ല. മാധ്യമങ്ങളുടെ തിക്കും തിരക്കും ആളുകളും ബഹളവും ഒക്കെ ആയിരുന്നു. ആരെ കുറ്റം പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും സലിം കുമാറിന്റെ മകൻ എന്ന രീതിയിൽ നമുക്ക് ആ ഒരവസ്ഥയിൽ എങ്ങനെയാണ് ചന്തുവിനെ കുറ്റം പറയാൻ സാധിക്കുക? അവിടെ വന്ന് ഉന്തും തള്ളലും പ്രശ്നവും ഉണ്ടാക്കിയ മാധ്യമങ്ങൾ തന്നെയാണ് ഇതിനുള്ള കാരണമെന്ന് പറയണം. കൃത്യമായ ഓരോ കാര്യങ്ങൾ സംസാരിക്കാതെ അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ എങ്ങനെ നിൽക്കണമെന്നറിയാത്ത മാധ്യമങ്ങളാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അവർക്കെല്ലാവർക്കും വലുത് ആ ഒരു സമയത്ത് അയാളുടെ വിഷ്വൽ എടുക്കുക എന്നത് മാത്രമായിരുന്നു. ആ ഒരു ലക്ഷ്യത്തോടെയാണ് അവർ പാഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാകും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെയധികം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ വാക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാക്കായി തന്നെ ഇത് മാറുന്നു. സലിം കുമാറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ചും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. എപ്പോൾ കണ്ടാലും തമാശ കൊണ്ട് നിറയ്ക്കും, എപ്പോൾ കണ്ടാലും കാര്യമായി സംസാരിക്കും. അങ്ങനെയാണ് സലിം കുമാർ എപ്പോഴും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയായി എന്ന് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് ഇപ്പോൾ മിമിക്രി താരങ്ങളെല്ലാം ഒന്നടങ്കം പറയുന്നു. എനിക്കോ മറ്റുള്ള ഒരു താരത്തിനും അത് വിശ്വസിക്കാനാകില്ല. അദ്ദേഹം ഇപ്പോഴും ആ വീട്ടിലുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും അവിടെ ജീവിക്കാനാകില്ല. ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നതെന്നും അദ്ദേഹം തന്നെ എടുത്തു പറയുകയും സലിം കുമാറിൻ്റെ ഓർമ്മകളിൽ വിതുമ്പിത്തരുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.